വന്ന് കയറിയില്ല, അപ്പോഴേക്കും അവൻ തുടങ്ങി. വന്ന ഇഷ്ടമുണ്ടെങ്കിൽ ഞാനങ്ങ് പോയിക്കോളാം. ഇവിടെ വേണം. ഒരു കാര്യം പറഞ്ഞേക്കാം, എടാ വാടാ ഒന്നും വിളിക്കരുത്, റെസ്പെക്ട് തരണം. അവൾദാനാണ് ഞാൻ. My dear ചേച്ചി, how are you? तुम कैसे हो? कैसे हो? बोलो. कैसे हो? कैसे हो? ഇതാരാണെന്ന് അറിയാമോ? ഇതാണ്. ഞാൻ പറയാം. സരി നല്ല കുട്ടിയാണ്, ഇവിടെ എനിക്കും സരിക്കും സുഖം തന്നെ എന്ന് സ്വന്തം ചേച്ചി. എന്താ? സോറി സരി, ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഓ മതി മതി, പോയി കുളിച്ചിട്ട് വരല്ലോ. ചേച്ചി ചേച്ചി എന്താ പ്രസാദ്? ചേച്ചി ചീപ്പ് എവിടെ? ആ ചീപ്പ് ഒന്നും ഇട്ട് കൊടുക്ക, ഇല്ലെങ്കിൽ അവൻ ഈ വീട് നാലാക്കും. മുടി പേനുണ്ടോ? ഇത് സതിക്കാണ്. സതി എവിടെ? അവള് മുറിയിലുണ്ടാവും. ഞാൻ സതിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ വാങ്ങിച്ചോളൂ. ഒന്നും തോന്നരുത്, എനിക്കിത് വേണ്ട. എന്താ സതി, അവൻ സന്തോഷത്തോടു കൂടി തരുന്നതല്ലേ? എനിക്ക് വേണ്ട ടീച്ചർ. സതി, ഒരു സഹോദരൻ തരുന്നതായിട്ട് കരുതിയാൽ മതി. ചേച്ചി, ഇറച്ചിക്കറി വാര വാ. കഴിച്ചിട്ട് പോടാ. അസലായിട്ടുണ്ട് ചേച്ചി. സതി വെച്ചതാ. താങ്ക്സ് സതി. ചേച്ചി, ഞങ്ങൾ ആസാമിൽ വെച്ച് ഒരു വലിയ മാനിന്റെ ഇറച്ചി. അതൊന്നും പറയാതെ ഊണ് കഴിക്കടാ. ചേച്ചി കാമോഷ് ഭ്രാന്തൻ. പകലല്ലടാ, രാത്രിയാ. ഊണ് കഴിക്കേ. ചേച്ചി, സതി ഇവിടെ ഉള്ളത് ചേച്ചിക്കൊരു സഹായമാണ്. അതെ അതെ, അവളൊരു കുഴപ്പം കാണിച്ചു നിൽക്കുക. അതെന്താ? വിദ്യാർത്ഥികളെ മർദ്ദിച്ച് അവസരാക്കിയോ? അപ്പുറത്തെ വിജയനും എവളും ആരും അറിയാതെ പോയി രജിസ്റ്റർവിവാഹം നടത്തി. ലവ് അല്ലേ? ക്ലൈമാക്സ് കൊള്ളാം. നീ ഇതാരോടും പറയണ്ട കേട്ടോ. ഞാൻ ആരോടും പറയാൻ പോണില്ല. മോരൊഴിക്കട്ടെ. നീ എന്ത് തീരുമാനിച്ചു? എനിക്കിപ്പോ വിവാഹം വേണ്ട. കാരണം അത് ഞാൻ അറിയുന്നതിൽ വിരോധമുണ്ടോ? അങ്ങനെ കാരണമൊന്നുമില്ല. ഉണ്ട്, അത് നീ എന്നോട് പറയില്ലെന്ന് പറയൂ. നിന്നെക്കുറിച്ച് ഞാൻ ചിലതൊക്കെ കേട്ടു. കേൾക്കാൻ പാടില്ലാത്തതാണ്. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് നീ ആലോചിക്കണമെന്നില്ല. നിന്റെ ഭാവിയെക്കുറിച്ച് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ എനിക്കതിന് കഴിയും. അച്ഛാ, ഞാൻ എന്താ നിർത്തിയത്? പറയൂ. പറയാൻ വിഷമമുണ്ടായിരിക്കും, കേൾക്കണമെന്നില്ല. മാധവൻ തമ്പിയുടെ മകനാണെന്ന് നീ ചിന്തിച്ചില്ല. അതാണ് നിനക്ക് പറ്റിയ കുഴപ്പം. അച്ഛാ, എന്റെ വിവാഹം കുറെ കൂടെ കഴിഞ്ഞിട്ട് മതി. മതിയെന്ന് എപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് നിനക്ക് വ്യക്തമായി പറയാമോ? നിനക്ക് നിശ്ചയമില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ ഒരു തീരുമാനമെടുക്കാമെന്ന് വിചാരിച്ചത്. നിനക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല. മാധവൻ തമ്പിയുടെ മകന്റെ ഭാര്യയാണെന്ന് പറയാനുള്ള അന്തസ് അവൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ശരി, നിന്റെ ഭാര്യയാകാൻ യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിക്കാം. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇനി 10 എറി. വെരി ഗുഡ്.
വല്ലാതെ? ഒന്നുമില്ല. കോടതിയിൽ ഹാജരായ ലക്ഷണമുണ്ടല്ലോ. കോടതിയിൽ ഹാജരായി, വിചാരണ കഴിഞ്ഞു, വിധിയും പറഞ്ഞു. എന്താ ശിക്ഷ? വീട്ടുതടങ്കൽ. ഉടനെ കല്യാണം കഴിക്കണം. അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? അമ്മാവൻ കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ കഴിപ്പിക്കും. കഴിച്ചുകളാ. അത് കൊള്ളാം. കല്യാണം കഴിക്കുന്ന കാര്യത്തിന് കൂടി വിവേകത്തിന് സ്വാതന്ത്ര്യമില്ലേ? ഇങ്ങനെ നിർബന്ധിച്ചാരും കല്യാണം കഴിപ്പിക്കാൻ പാടില്ല. ഓ, ഒന്നൂടെ ഉച്ചത്തിൽ പറ, അമ്മാവൻ കേക്കട്ടെ. നിന്റെ കാല് വേഗം സൂപ്പെടും. എല്ലാ കാര്യത്തിലും ഞാൻ അച്ഛനെ അനുസരിച്ചിട്ടുണ്ട്. ഇതിലതുണ്ടാവില്ല. എന്നാൽ ഇവിടെ ഒരു യുദ്ധം ആരംഭിക്കാൻ പോവുക. ഞാൻ നാളെ തന്നെ സ്ഥലം വിടും. എന്താണ് സാറ് ആക്സിഡന്റ് ആണ്. ആക്സിഡന്റോ? ആർക്ക്? ആക്സിഡന്റ് എന്ന് പറഞ്ഞ സംഭവം. അതെന്താടാ ഞാനിവിടെ ഇല്ലാത്ത പോലെ ഭൂമി കുലുക്കം നടന്നു? കുലുങ്ങിയില്ല, പക്ഷെ കുലുക്കാൻ പറ്റിയ ഒരാൾ അപ്പുറത്ത് ഒന്നുണ്ട്. പട്ടാളക്കാരൻ ദേവി ടീച്ചർ ആങ്ങളെ. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതല്ലേ. അതിന് നമുക്കെന്താ? വിജയൻ സാറ് കയറി സതി ടീച്ചറിനെ വളച്ചു. വിജയൻ സാറ് പോയാൽ ഞാൻ സാറിനെ വളയ്ക്കാമെന്ന വിചാരം അത് നടക്കില്ല. പട്ടാളക്കാരൻ വന്നു വളച്ചു. അവര് തമ്മിൽ അടുപ്പമായോടാ. ഇതെന്തൊരു ചോദ്യമാണ് സാറേ. പെണ്ണും ആണെന്നും പറഞ്ഞാൽ പെട്രോളും തീയും മാതിരിയാ. ദൂരെ ഇരുന്നാ മതി, കത്തി പിടിച്ചോളും. അല്ലെങ്കിൽ പട്ടാളക്കാരൻ. സാറ് ആലോചിച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. പട്ടാളക്കാരൻ്റെ ആള് രണ്ടും കുഴപ്പമൊന്നും വാങ്ങിക്കുക എന്നെ കൊണ്ട് വയ്യേ. നീലാംബര, നീ സതിയുമായിട്ട് ഒന്ന് അടുത്തു നോക്ക്. ആ, അത് കൊള്ളാം. കിട്ടുന്നത് എനിക്ക് കിട്ടിക്കോട്ടെ അല്ലേ? ഞാൻ ഇതെന്തോന്ന് ജീരകമാണ്? തണുത്ത ഐസ് വാട്ടർ പോലെ ഇരിക്കുന്നല്ലോ. നിനക്കൊന്ന് ചൂടാക്കിക്കൂടെ? അച്ഛന്റെ ചൂടാ. സാറ് വിഷമിക്കണ്ട, നമുക്ക് വേറെ ഓല പിടിക്കാം. ഒരു നിമിഷം. ഓ, നിന്നെ കൊടിയ തോറ്റുപോയി. ഇങ്ങനെ നടക്കുന്നു. ഒരു അടി വെച്ചിട്ടുണ്ട്. എന്താന്ന് ഇങ്ങനെ നടക്കുന്നു. കുറച്ച് കുറച്ച് എന്നാലും എന്റെ സാറേ, ഇന്നലെ വന്ന പട്ടാളക്കാരൻ ആ പെണ്ണിന്റെ മുഖത്തും കയ്യിലെല്ലാം പിടിച്ച് ഫോട്ടോ എടുക്കും. അതും എന്റെ സാറ് ഈ കോലത്തിൽ ഇവിടെ നിൽക്കുമ്പോ. വിജയൻ സാറ് വളച്ചു, പട്ടാളക്കാരനും വളച്ചു, രവി സാറിന് മാത്രം വളയ്ക്കാൻ കിട്ടിയില്ല. തെങ്ങും ചാരി എന്നവൻ പെണ്ണും കൊണ്ടുപോയി. എന്തൊരു കഷ്ടാണ് നോക്കണേ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രസാദ് എപ്പോ വന്നു? ഇന്നലെ രാവിലെ. സീ യു. ഭാസ്കര, മാലിനിക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് വിവാഹാലോചനകൾ വന്നിരുന്നു. ഒന്നും നടന്നില്ല. അവളുടെ രണ്ട് കാലും തളർന്നിരിക്കുകയാണ്. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെണ്ണിന്റെ കുറ്റങ്ങളും കുറവുകളും ഒന്നും അവർക്ക് കാര്യമല്ല. ഈ തറവാട്ടിൽ നിന്നും ഒരു ബന്ധം ഉണ്ടാകണമെന്ന് മാത്രമാണ് ആഗ്രഹം. അതല്ല കുറുപ്പേ, കാര്യങ്ങൾ നേരത്തെ പറയണമല്ലോ. മാലിനിക്ക് എന്റെ എസ്റ്റേറ്റിന്റെ ഒരു ഭാഗം കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവൾക്ക് വേണ്ടി കുറച്ച് സ്വർണവും ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. മാലിനി എന്റെ അനന്തരവളാണെങ്കിലും എന്റെ മകളെ പോലെയാണ് ഞാൻ കരുതുന്നത്. ആ സ്ഥാനം എന്നും അവൾക്ക് ഈ വീട്ടിലുണ്ടായിരിക്കും. മാലിനി, നിന്നെ കാണാനാണ് ഇവർ വന്നിരിക്കുന്നത്. സോമന് മാലിനിയെ ഇഷ്ടമായോ? അയ്യോ, തമ്പി അദ്ദേഹം ആ സോമനോട് ചോദിക്കണമെന്നില്ല. അച്ഛൻ പറയുന്നതാണ് മകന് ശരി. എന്നാലും അതല്ലല്ലോ കുറുപ്പേ. സോമൻ എന്ത് പറയുന്നു? എനിക്കിഷ്ടമായി. മോൾ പോയിക്കൊള്ളൂ. അപ്പോ രണ്ടുപേർക്കും സമ്മതമായല്ലോ. ഇനി നമുക്ക് വിവാഹം ഉടനെ നടക്കും. അപ്പോ തമ്പി അദ്ദേഹം എന്നാണ് ഈ പ്രമാണം എഴുതുന്നത്? ഈ ആഴ്ച തന്നെ ഞാൻ അവളുടെ പേർക്ക് എസ്റ്റേറ്റ് എഴുതി വെക്കാം. അല്ല, തമ്പി അദ്ദേഹം പറഞ്ഞ മനസ്സിലായില്ല. ഞാൻ മാലിനിയുടെ പേർക്ക് എസ്റ്റേറ്റ് എഴുതി കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്? അത് ഈ ആഴ്ച തന്നെ എഴുതി കൊടുക്കാം. അത് എന്റെ മകന്റെ പേർക്ക് എഴുതുന്നതല്ലേ നല്ലത്? അല്ല, മാലിനിയുടെ പേരിൽ മാത്രമേ എഴുതി വെക്കൂ. ഭാസ്കരൻ ഇത് ഇപ്പൊ പറഞ്ഞത് നന്നായി. മാലിനിയുടെ കാലശേഷം മാത്രമേ ഈ എസ്റ്റേറ്റ് കൈമാറ്റപ്പെടാവൂ എന്ന വ്യവസ്ഥ കൂടി പ്രമാണത്തിൽ ഉണ്ടായിരിക്കും. എങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ ആലോചിക്കട്ടെ.
ആലോചിച്ച് സമയം കളയണമെന്നില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഭാസ്കരൻ, ഇതിനു വേണ്ടി ഇനി വരണ്ട. നിങ്ങൾക്ക് പോകാം. തമ്പി അദ്ദേഹം ഒന്ന് മയത്തിൽ വിട്ടുപിടിച്ചിരുന്നെങ്കിൽ ഇതെങ്കിലും നടക്കുമായിരുന്നു. നടക്കാതിരുന്നത് ഭാഗ്യമായി കുറിപ്പേ. അവർക്ക് വേണ്ടത് സ്വത്ത് മാത്രമാണ്. അങ്ങനെയുള്ളവരുടെ വീട്ടിലേക്ക് മാലിന്യെ അയച്ചാൽ അവൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞത്. ഇവനെ ഉടനെ വിവാഹം കഴിപ്പിക്കണം. നിങ്ങൾ ഇവന് വേണ്ടി ഒരു പെണ്ണന്വേഷിക്കണം. ഞാൻ അന്വേഷിക്കാം. മാലിനി, വിജയേട്ട, എത്രയോ പേരുടെ മുമ്പിൽ എന്നെ ഇങ്ങനെ കൊണ്ടു നിർത്തി. ഇനിയെങ്കിലും അമ്മാവനത് നിർത്തിക്കൂടെ? എനിക്കറിയാം, എന്നെ ആരും വിവാഹം കഴിക്കില്ല വിജയേട്ട. ആരും എന്നെ വിവാഹം കഴിക്കില്ല. മാലിനി, കരയാതെ മാലിനി, കരയാതെ. സതി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കത് കേൾക്കണമെന്നില്ല. പലരും നിന്നോട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മര്യാദയ്ക്ക് സംസാരിക്കണം. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കാണുന്ന ആദ്യത്തെ പെണ്ണല്ല നീ. മറ്റുള്ളവരെ കാണുന്നത് പോലെ എന്നെ കാണരുത്. സ്നേഹത്തോടെ നിന്നെ ഞാൻ സമീപിച്ചു. നീ അടുക്കുന്ന ലക്ഷണമില്ല. ബലപ്രയോഗത്തിനാണെങ്കിൽ അതിനും എനിക്ക് മടിയില്ല. ബലം പ്രയോഗിച്ചു നോക്ക്. എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ. കാണാനൊന്നുമില്ല. എന്റെ ആഗ്രഹം നടക്കും. ഇത് കണ്ടോ? കാല് വേദനിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഇത് ഇട്ടിരിക്കുന്നത്. ഓഹോ, നിനക്ക് ഇത്ര അഹങ്കാരം ഉണ്ടോ? മതി സാറേ, ഇപ്പൊ കൊണ്ടതിന് വലിയ വേദനയൊന്നും കാണില്ല. ആ പട്ടാൾക്കാരന്റെ കൈ കൊണ്ട് കുടുങ്ങാൻ രക്ഷ. ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടടാ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേണ്ട സാറേ, പോട്ടെ. നല്ലതൊന്നും നമുക്ക് വിധിച്ചിട്ടില്ല. നമുക്ക് നമ്മൾ ലിസ്റ്റ് ഉള്ളു. അച്ഛൻ നന്നായിട്ടാ. ഇതൊന്ന് പോസ്റ്റ് ചെയ്ത്. അയ്യോ, പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യണം. താഴെ പേടിക്കുന്നത്? അച്ഛനെങ്ങനെ അറിഞ്ഞാൽ? അറിയാണ്ടിരിക്കാനാണ് തന്റെ കയ്യിൽ തന്നത്. ചെല്ലേ, പോസ്റ്റ് ചെയ്തു. ഓഹോ, എന്റെ കഞ്ഞി കൂടി മുട്ടിയത്. ഇതാ സാറേ, സദക് ടീച്ചറിനുള്ളതാണിത്. അവരുടെ വീട് പൂട്ടിക്കിടക്കുന്നു. അവരൊന്നേ കൊടുത്തേ. പ്രിയപ്പെട്ട സതി, ഞാനിവിടെ സുഖമായി എത്തിച്ചേർന്നു. ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ നിനക്ക് എഴുതാൻ വൈകിയത്. അച്ഛനുമായി സംസാരിച്ച് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഞാൻ എന്നും നിന്റേത് മാത്രമായിരിക്കും. ഈ എഴുത്തിന് നീ മറുപടി അയക്കരുത്. നിന്റെ വിജയൻ. ഹലോ, ആരാണ്? ഞാനാണ്. ഒപ്പിടാനുള്ള പേപ്പറുകളെല്ലാം എടുത്ത് നീ വേഗം പുറപ്പെട്ടു വാ. ശരി. ഞാൻ ഇന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. നീ ഒരു കാര്യം ചെയ്യും. വിജയം വന്നാൽ വിജയനും സതിയുമായി തെറ്റിക്കാൻ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാം. അയ്യോ സാറേ, അതൊരു ആത്മാർത്ഥ പ്രേമമാണ്. എന്തോ ഞാൻ പറയുന്നതനുസരിച്ചാണ്. നുണ പറയാനും ഞാൻ പഠിപ്പിച്ചു തരണം അല്ലേടാ. പ്രസാദും സതിയും തമ്മിൽ പ്രേമമാണെന്ന് പറയണം. പറയാം സാർ. വെറുതെ എന്ന് പറഞ്ഞാൽ പോരാ. നീ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ വിജയം വിശ്വസിക്കുന്ന രൂപത്തിൽ പറയണം. പറയാം സാറേ. സാറ് പോയിക്കോ. തിരിച്ചു വരുമ്പോ ലോക്ക് വിട്ടിരിക്കും. ചേച്ചി ഉറങ്ങിയല്ലേ? ഇപ്പൊ കണ്ണടിച്ചതേ ഉള്ളൂ. ഉണർത്തണ്ട. ഉണരുമ്പോൾ ഈ മരുന്ന് ഡോസ് കൊടുക്കണം. ശരി. ഒപ്പിടാനുള്ള പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് തരൂ. ഇത് 15-ാം തീയതി അയക്കേണ്ടതല്ലേ?
25-ാം തീയതി കൊടുത്താൽ മതിയെന്ന് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 18-ാം തീയതി ബോർഡ് മീറ്റിംഗ് ഉണ്ട്. നീ അതിൽ അറ്റൻഡ് ചെയ്യണം. ഞാൻ പോവാം. നിനക്ക് വല്ലതും പറയാനുണ്ടോ? ഇല്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നീ വരുന്നോ? നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഞാൻ വരുന്നില്ല. നിനക്ക് എന്ത് പറ്റി? ഞാനിവിടെ സ്വൈരമായി നിരുന്നോട്ടെ, നീ പോ. ഓ, എനിക്ക് മനസ്സിലായി. ആ പെണ്ണിനെ കുറിച്ചുള്ള ഓർമ്മയായിരിക്കും. ഓർക്കാൻ പറ്റിയ ഒരു പെണ്ണ്. കുറഞ്ഞ പക്ഷം പെണ്ണുങ്ങളുടെ കാര്യത്തിലെങ്കിലും നീ എന്നെ ഗുരുവായി സ്വീകരിക്കണം. എങ്കിലേ നീ ഗുണം പിടിക്കും. രവി, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നീ ഇടപെടരുതെന്ന്. അവളിപ്പോ നിന്റെ മാത്രം പ്രശ്നമല്ല, മറ്റു പലരുടെയും പ്രശ്നമാണ്. രവി, അനാവശ്യം പറയുന്നു. നിനക്ക് അവളോട് അത്രയും സ്നേഹമുണ്ടല്ലേ? എങ്കിൽ അവൾ നിന്നെ ഭയങ്കരമായി വഞ്ചിച്ചിരിക്കും. നിന്റെ കൂടെ കഴിയുന്ന പെണ്ണുങ്ങളെ പോലെ നീ അവളെ കാണരുത്. പെണ്ണുങ്ങളെല്ലാവരും ഒരേ തരക്കാരാണ്. സാഹചര്യം അനുസരിച്ച് അവർ മാറും. ഇന്നലെ വരെ അവൾക്ക് നീയായിരുന്നു, ഇന്ന് പ്രസാദ്, നമ്മുടെ ആ ദേവകി ടീച്ചറുടെ ബ്രദർ. അവനും അവളും കൂടെ അഴിഞ്ഞാടുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ഞാൻ വന്നത്. ശരി, കുറച്ചു ദിവസത്തെ പരിചയം കൊണ്ട് അവൾ നിന്റെ എല്ലാമാണെന്ന് അവൾ നിന്നെ ബോധ്യപ്പെടുത്തി. പ്രസാദ് ഇപ്പൊ ആ വീട്ടിലാണ് താമസം. അവൾക്ക് അടുത്തിടപഴകാനും കൂടുതലായിട്ട് അടുക്കാനും അവനുമായിട്ടല്ലേ സാധ്യത. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാം പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഇത് പറയേണ്ടത് നിന്റെ ആവശ്യമാണ്. അവൾ അത്രമാത്രം വിലപ്പെട്ടതായി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നേരത്തെ ശ്രമിച്ചിരുന്നെങ്കിൽ എന്റെ കിടക്കയിൽ കൂട്ടിന് അവളും ഉണ്ടാകുമായിരുന്നു. രവി, സൂക്ഷിച്ച് സംസാരിക്കണം. നീ ആയതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പലതും കണ്ടിട്ടാണ് വരുന്നത്. നീ എന്ത് കണ്ടു? ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. നേരിട്ട് പോയി കണ്ടു ബോധ്യപ്പെടുന്നതാണ് നല്ലത്.